നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവാക്കൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബേസ് ആയിട്ട് ഒരു അറിവുമില്ല. പക്ഷെ ഇവര് ഇൻഡസ്ട്രിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട്. എനിക്ക് തോന്നുന്നു സ്കൂൾ തലം തൊട്ട് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒന്ന് ദൃശ്യഭാഷ സാക്ഷരത എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഹൗ ടു റീഡ് ഇമേജ് ആൻഡ് ഹൗ ടു യൂസ് ഇമേജ് ഫോർ യുവർ പ്രൊഫഷണൽ ബെനിഫിറ്റ്. ഓക്കെ. ഇമേജിനെ നമുക്കൊരു അക്ഷരം പോലെ വായിച്ചെടുക്കാനും അതേപോലെ തന്നെ ഇമേജിനെ മനസ്സിലാക്കി അതിനെ ഉപയോഗിക്കാനും. അപ്പോൾ ഏത് ലൈക്ക് യു വിൽ ബി ഏബിൾ ടു ഈവൻ റീഡ് ദ മോഡേൺ ആർട്ട് ലൈക്ക് വേർഡ്സ് ലൈക്ക്. കാരണം എല്ലാ ആർട്ട് ഫോമിനകത്ത് there are certain elements existing and these elements are actually used with certain principles. മനസ്സിലായോ? Principles means it may work. No, it's not rule. So we understand the elements and the principles. നമുക്ക് വന്നിട്ട് അതിനെ മനസ്സിലാക്കിയെടുക്കാനും ഗ്രഹിക്കാനും സാധിക്കും. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഞാൻ ഉണ്ടാക്കി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ചെയ്തു വെച്ചേക്കാം. ഞാൻ എൻ്റെ ഒരു ഇത്രയും വർഷത്തെ പ്രോഗ്രാം അതായിരുന്നു. ഞാനത് പല സ്ഥലത്ത് അതിൻ്റെ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇടുക്കിക്കോളിന് മുമ്പായിരുന്നു കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അതിൻ്റെ സെമിനാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പോസ്റ്റ്പോൺ. കാരണം ഇടുക്കി ഗോൾഡ് റിലീസായ ശേഷം വന്നിട്ട് നിലം തൊടാതെ പല പരിപാടികളായിട്ട് ഞാൻ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നിട്ട് ഞാൻ അത് തന്നെയാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ വിഷമം. കാരണം സിനിമ പഠിക്കാൻ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ 3 വർഷമാണ്. ദൃശ്യഭാഷ സാക്ഷരതയ്ക്കും അല്ലെങ്കിൽ ഫിലിം അക്കാദമിക പ്രവർത്തനത്തിനും ഞാൻ ഉപയോഗിച്ചത് 20 വർഷമാണ്. ഈ 20 വർഷത്തെ പ്രയത്നം കളയുക എന്ന് പറയുന്നത് ചങ്കെടുപ്പുള്ള കാര്യമാണ്. സോ ദെൻ ഐ തിങ്ക് ആക്ച്വലി ഡിഡ് ഐ വേസ്റ്റ് മൈ ലൈഫ്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ എനിക്കത് വിട്ടുകളയാൻ പറ്റില്ല. ഓക്കെ. അഭിനയം ഉണ്ട്, എന്നാൽ അതിനോടൊപ്പം തന്നെ അത് സ്ക്രീനിൽ നിന്ന് മുങ്ങിയാലും ഞാൻ സിനിമയിൽ തന്നെ. ഞാൻ ഇതുവരെ 1 വർഷം പോലും ഞാൻ സിനിമയിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് വന്നിട്ടുള്ള മറ്റു കാര്യങ്ങളായിട്ട് ഞാൻ സിനിമയിൽ തന്നെയുണ്ട്. പക്ഷെ ആസ് ആൻ ആക്ടർ ആയിട്ട് ഞാൻ മുമ്പിലില്ല. പക്ഷെ ഞാൻ ചെറിയ ചെറിയ റോളുകൾ ആ സമയത്ത് എൻ്റെ ഫിലിം ഫെസ്റ്റിവലായിട്ട് സഹകരിച്ചിരിക്കുന്ന എല്ലാവരുമായിട്ട് ഞാൻ വന്ന ഒരു പ്രൊഫഷണൽ രീതിയിലല്ലാതെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അവര് നമ്മളെ സഹായിച്ചിട്ടല്ലോ ഫിലിം ഫെസ്റ്റിവലിലേക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സൗഹൃദം നന്നായിട്ട് കീപ്പ് ചെയ്യും. ഞാൻ സൗഹൃദമുണ്ട് എനിക്ക് വന്നിട്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ എനിക്ക് വന്ന് അമ്മയുടെ അത്ര വോട്ട് കിട്ടിയത്. വലിയ കഴിവുകൊണ്ടൊന്നുമല്ല, പുതിയ സ്നേഹം കൊണ്ടും ആയിരിക്കും. സത്യമായിട്ടും 100%. ഇപ്പോൾ പുതിയ നടന്മാരുമായിട്ടൊക്കെ എങ്ങനെയാണ് നല്ല സൗഹൃദം? ഞാൻ എല്ലാവരുമായിട്ടും എല്ലാവരും ഓടിച്ചെന്ന്. അത് എനിക്കെന്താ ഇപ്പോൾ പ്രശ്നം ഇരിക്കുന്നത്? കാരണം ലൈഫിൽ എപ്പോഴും വന്നിട്ട് നമ്മളൊരു സന്തോഷമായിട്ട് ഇരിക്കുന്നതല്ലേ നല്ലത്. എപ്പോഴും ചിരിച്ചോണ്ട് നടക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓടി വരുന്നത്. അല്ല, നമ്മുടെ കാര്യങ്ങൾ വന്നിട്ട് എന്ന് പറഞ്ഞാല് ഏറ്റക്കുറച്ചുകൾ ഇല്ലാതാക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അവിടെയാണ് ഈ പരിഭ്രമം വരിക. നമ്മൾ ആ ഏറ്റക്കുറച്ചുകളിൽ ആദ്യം നമ്മൾ ഉടയ്ക്കേണ്ടതിൻ്റെ ജോലി ഒരുക്കുന്നത് മുകളിൽ നിൽക്കുന്നവനാണ്. ഒരു സീനിയറായിട്ട് നിൽക്കുന്നവനാണ് ആദ്യം വന്നിട്ട് അത് കാണിക്കും. മറ്റുള്ളവൻ ഈസിയാണ്, അവനുള്ള ആക്സസ്. ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഉണ്ടാവും. മലയാളിക്ക് പൊതുവെ ഉള്ളത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും എല്ലായിടത്തും പ്രതിഫലിച്ച് കാണുന്ന നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ ഒന്ന് ജോളി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഹാപ്പിയായ രീതിയിലേക്ക് പോകുന്നതല്ല. ഇവിടെ മസിൽ പിടിച്ചിരിക്കുന്നവനാണ് കാര്യം. ശരിക്കും ചുമ്മാ വന്നിട്ടാണ് അപ്പൊ ഭയങ്കര ആളായി എന്നാണ്. അതാണ് നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റോൾ മോഡലായിട്ട് ശരിക്കും വന്നിട്ട്. ഐ ഡോണ്ട് ഫിറ്റ് ഇൻ ടു ദാറ്റ്, നോട്ട് അറ്റ് ഓൾ. മനസ്സിലായി? ഐ ബിലോങ്സ് ടു ഡിഫറെന്റ് കാറ്റഗറി. എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് ജീവിതത്തിനെ ആസ്വദിക്കാനുള്ളതും നമുക്കെല്ലാം നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരും. അതിനെ നേരിടാനുള്ള കഴിവ്, ഈ എനർജി നമുക്ക് കിട്ടുന്നത് നമ്മൾ മറ്റു സമയങ്ങളിൽ ആസ്വദിക്കുമ്പോൾ. കാരണം എന്താണെന്നറിയോ, സാറിനെ പോലെ ഒരു സീനിയർ ആൾക്കാർ ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഇടപെടുന്ന കണ്ടിട്ട് വേണം പുതിയ ആൾക്കാർ ഇത് കണ്ടുപഠിക്കണം. തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടാക്കരുത്. 100% ഗ്യാപ്പ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുള്ളതിന്റെ പേരിൽ വന്ന് അതും അതിനിടയ്ക്ക് പറയുന്നുണ്ട്. കാര്യങ്ങളായിട്ട് പറയണല്ലോ. എന്ത് തോന്നുന്നു സാർ? കാരണം എനിക്ക് തോന്നുന്നത് രജനീകാന്ത് സാറിന്റെ കമലഹാസൻ സാറിന്റെ കൂടെ അഭിനയിച്ച വലിയൊരു വ്യക്തി അല്ലേ? വലിയ വ്യക്തിയാണ്. അപ്പം ഇപ്പം വന്നിട്ട് പുതിയ പുതിയ ഡയറക്ടറുടെ കൂടെ എന്താണ്? സലാം ബാപ്പു ഞാനുമായിട്ട് നല്ല ഫ്രണ്ടായിരുന്നു നേരത്തെ തൊട്ട്. സലാം ബാപ്പു ഞാനുമായിട്ട് ഫ്രണ്ട് ആയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാമ്പസുകൾ തോറും നടത്തിയ ഫിലിം ഫെസ്റ്റിവലിൽ എന്നെ അവിടെ സഹകരിക്കാൻ എൻ്റെ കൂടെ വന്നു.
വളരെ 10 പൈസ പ്രതിഫലം മേടിക്കാതെ എൻ്റെ കൂടെ വന്ന് തിരുവനന്തപുരം വന്ന് 3-4 ക്യാമ്പസുകളിൽ എൻ്റെ ഫെസ്റ്റിവൽ തീർക്കുന്നത് വരെയും എൻ്റെ കൂടെ വന്ന് സഹായത്തിനായിരുന്നു. നല്ല ടെൻഷൻ പിടിച്ച പണി തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റിനും മോഹൻലാൽ തൊട്ട് മമ്മൂട്ടി തൊട്ട് സുരേഷ് ഗോപി, ദിലീപ്, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളെയും ഞാൻ ക്യാമ്പസിൽ കൊണ്ടുവന്നു. ലോഹിദാസ് തൊട്ട് പ്രമോദ്, എല്ലാ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, പലരും രാജേഴ്സ് എല്ലാവരും വന്ന ഒരു ഫിലിം ഫെസ്റ്റിവലാണത്. അന്നാണ് ഞാൻ സലാമിനെ ഞാൻ സഹായത്തിന് വിളിക്കുകയത്. സലാമിനെ ഞാൻ കണ്ടത് വേറൊരു ആക്സിഡൻ്റായിട്ട് കാണാൻ സാധിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ സലാമിൻ്റെ സിനിമയിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, എങ്ങനെ ഈ പ്രോഗ്രാം ചെയ്ത് സലാമിനെ സഹായിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചു. പുള്ളി ഉടനെ വന്നു. അതിനുശേഷം ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവൽ ചെയ്യുമ്പോഴാണ് റെഡ് വെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൊച്ചി ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ അന്നേരം ഞങ്ങൾ തമ്മിൽ കാണുമായിരുന്നു. ഇന്ന കാര്യങ്ങൾ പ്രോഗ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പടം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എന്നെ സലാം ബാബു വിളിച്ചു. എന്നിട്ട് നമ്മളൊരു ബുക്കിന് സാധനം ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു ക്യാരക്ടറാണ്, ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്, നിങ്ങളാണ് എൻ്റെ മനസ്സിലിരിക്കണേന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വന്നിട്ടുള്ള ടോട്ടലായിട്ട് അതുമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഗുഡ് ഡയറക്ടർ, നല്ലൊരു കമ്പനി ഉള്ളതുകൊണ്ട് അല്ലേ, ഈസി ആയിരുന്നു. സാർ, അപ്പം എല്ലാവരും മംഗ്ലീഷ് പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടേയിരിക്കട്ടെ. അപ്പം എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പടത്തിനെ പറ്റി? കണ്ടവർ വീണ്ടും കാണുക, കാണാത്തവർ വേഗം കാണുക. വെരി ഗുഡ് എന്റർടൈൻമെന്റ് ഫിലിം. ഒരുപാട് ചിരിക്കാം അല്ലേ സാർ? സന്തോഷിക്കാം, ചിരിക്കാം, നിങ്ങളുടെ ദുഃഖങ്ങൾ എല്ലാം മറക്കാം. ഇത്രയും ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് അല്ലേ? 100% ഞാൻ അതിന്റെ ടോട്ടാലിറ്റി പറഞ്ഞത്. കാരണം ഇതൊരു ഭയങ്കര മഹത്തായ സിനിമ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്റർടൈനർ ടോട്ടലായിട്ട് വന്നിട്ട് നമ്മൾ സിനിമ കഴിയുന്നത് വരെ ഒന്ന് ബോറടിക്കാതെ സന്തോഷമായിട്ട് കൊടുത്ത കാശിനേക്കാളും കൂടുതൽ മുതലാക്കി തിരിച്ചു സന്തോഷത്തോടെ തിരിച്ചു. അപ്പം എന്താണ്, നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും സാറിന് ഒരുപാട് പടങ്ങൾ ഞങ്ങൾ സാറിന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരുപാട് റോളുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്റെ മാത്രമല്ല, നിങ്ങളുടെ ആശംസ ചെയ്യുമ്പോൾ എന്റെ ദൃശ്യഭാഷ സാക്ഷരതയ്ക്കും ഒരു ആശംസ 100% വലിയൊരു വിജയമായി മാറട്ടെ. 100% വിജയമായി മാറട്ടെ. കാരണം കടന്നു വരുന്ന യുവാക്കൾക്ക് ഒരു പ്രചോദനമാണ്. അപ്പം ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ. അപ്പം ഒരുപാട് സമയം ON TV വേണ്ടി ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം. ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, മംഗ്ലീഷിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ. അപ്പം നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അടുത്ത ആഴ്ച ഒരുപാട് വേറെ പുതിയ പടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാനെത്തും. അതുവരേക്കും